ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം. നമുക്ക് ഡേ 1 ഇന്ന് ഹിന്ദി പഠിക്കാം. ആദ്യം പ്രധാന വാക്കുകളുടെ അർത്ഥം നമുക്ക് പഠിക്കാം. നമുക്ക് നോക്കാം. മേ, ഞാൻ, മേ, ഞാൻ, മേര, എൻ്റെ, മേര, എൻ്റെ, മുझे, എനിക്ക്, മുझे, എനിക്ക്, വഹ്, അവൻ, അവൾ, വഹ്, അവൻ, അവൾ, യഹ്, ഇവൻ, ഇവൾ, യഹ്, ഇവൻ, ഇവൾ, ഉസ്ക, അവന്റെ, ഉസ്ക, അവന്റെ, ഉസ്കി, അവളുടെ, ഉസ്കി, അവളുടെ, ഉസ്ക, അതിന്റെ, ഉസ്ക, അതിന്റെ, ഇസ്ക, ഇതിന്റെ, ഇസ്ക, ഇതിന്റെ, ആ, താങ്കൾ, ആ, താങ്കൾ, ആപ്ക, താങ്കളുടെ, ആപ്ക, താങ്കളുടെ, ആപ്കോ, താങ്കൾക്ക്, ആപ്കോ, താങ്കൾക്ക്. നമ്മൾ നേരത്തെ അർത്ഥം പഠിച്ചില്ലേ? അത് വെച്ചിട്ട് നമുക്ക് ചെറിയ വാക്കുകളോ പറയാൻ വേണ്ടിട്ട് പഠിക്കാം. ശ്രദ്ധിച്ചു നോക്കണേ. ആദ്യം മേ അല്ലേ പഠിച്ചത്? ഞാൻ, മേ രാം ഹൂം, ഞാൻ രാം ആണ്. മേ രാം ഹൂം, ഞാൻ രാം ആണ്. മേ രാജ് ഹൂം, ഞാൻ രാജ് ആണ്. മേ രാജ് ഹൂം, ഞാൻ രാജ് ആണ്. മേരാ ഘർ, എന്റെ വീട്, മേരാ ഘർ, എന്റെ വീട്. മേരാ കലം, എന്റെ പേന, മേരാ കലം, എന്റെ പേന. മുझे എന്താ അർത്ഥം പഠിച്ച നേരത്തെ? എനിക്ക്. മുझे പാനി ചാഹിയെ, എനിക്ക് വെള്ളം വേണം. മുझे പാനി ചാഹിയെ, എനിക്ക് വെള്ളം വേണം. മുझे ജാനാ ഹെ, എനിക്ക് പോകണം. മുझे ജാനാ ഹെ, എനിക്ക് പോകണം. എനിക്ക് വരണം എന്നാണെങ്കിൽ എങ്ങനെ പറയാം? മുझे ആനാ ഹെ, എനിക്ക് വരണം. മുझे ജാനാ ഹെ, എനിക്ക് പോകണം. വഹ് എന്താ പഠിച്ച നമ്മൾ അർത്ഥം? അവൻ, അതുപോലെ അവൾ. വഹ് ലഡ്കാ ഹെ, അവൻ ആൺകുട്ടിയാണ്. വഹ് ലഡ്കാ ഹെ, അവൻ ആൺകുട്ടിയാണ്. അവൻ രാമാണ്, നമുക്ക് എങ്ങനെ പറയാം? വഹ് രാം ഹെ, അവൻ രാമാണ്. അവൻ രാജാണ്, നമുക്ക് എങ്ങനെ പറയാം? വഹ് രാജ് ഹെ, അവൻ രാജാണ്. ഇവിടെ എന്താ? വഹ് ലഡ്കാ ഹെ, അവൻ ആൺകുട്ടിയാണ്. വഹ് ലഡ്കി ഹെ, അവൾ പെൺകുട്ടിയാണ്. വഹ് ലഡ്കി ഹെ, അവൾ പെൺകുട്ടിയാണ്. അത് അവള് റിയാണ്, നമുക്ക് എങ്ങനെ പറയാം? വഹ് റിയാ ഹെ, അവൾ റിയയാണ്. അതുപോലെ അവൾ രാധയാണ്, നമുക്ക് എങ്ങനെ പറയാം? വഹ് രാധാ ഹെ, അവൾ രാധയാണ്. ഓക്കെ, അടുത്ത നോക്കിയാട്ടെ. ഉസ്ക കിതാബ്, അവന്റെ പുസ്തകം. ഉസ്ക കിതാബ്, അവന്റെ പുസ്തകം. ഉസ്കി മാം, അവളുടെ അമ്മ. ഉസ്കി മാ, അവളുടെ അമ്മ. ഉസ്ക ദാം കിത്തനാ ഹെ, അതിന്റെ വില എത്ര? ഉസ്ക നേരത്തെ അർത്ഥം പഠിച്ചുവല്ലോ, അതിന്റെ. അപ്പൊ ഉസ്ക ദാം കിത്തനാ ഹെ, അതിന്റെ വില എത്ര? അല്ലെങ്കിൽ ഉസ്ക ക്യാ ഹെ, അത് എന്താണെന്ന് നമുക്ക് ചോദിക്കാം. ഇസ്ക മത്ലബ്, ഇതിന്റെ അർത്ഥം. ഇസ്ക ഇതിന്റെ പഠിച്ചില്ലേ? അപ്പൊ ഇസ്ക മത്ലബ്, ഇതിന്റെ അർത്ഥം. ഇസ്ക മത്ലബ് ക്യാ ഹെ എന്നും ചോദിക്കാം. ഇതിന്റെ അർത്ഥം എന്താണ് എന്നും നമുക്ക് പറയാം. ഇവിടെ ഇസ്ക മത്ലബ്, ചെറിയ വാക്ക് പഠിക്കാം. അതാ ചെറിയ വാക്ക് എഴുതിയത്. ഇതിന്റെ അർത്ഥം. അടുത്ത നമ്മൾ പഠിച്ചുവല്ലോ, ആപ്പ് എന്താ അർത്ഥം പഠിച്ചേ? താങ്കൾ. ആപ്പ് കോൻ ഹോ, താങ്കൾ ആരാണ്? ആപ്പ് കോൻ ഹോ, താങ്കൾ ആരാണ്? അല്ലെങ്കിൽ ആപ്പ് കിധർ ഹെ, താങ്കൾ എവിടെയാണ്? അല്ലെങ്കിൽ ആപ്പ് കഹാം ഹോ, താങ്കൾ എവിടെയാണ്? ഇവിടെ ആപ്പ് കോൻ ഹോ, താങ്കൾ ആരാണ്? ആപ്കോ എന്താ അർത്ഥം നേരത്തെ പഠിച്ച്? താങ്കൾക്ക്. ആപ്കോ ക്യാ ചാഹിയെ, താങ്കൾക്ക് എന്തു വേണം? ആപ്കോ ക്യാ ചാഹിയെ, താങ്കൾക്ക് എന്തു വേണം? അടുത്ത് നോക്കിയ ആപ്ക, താങ്കളുടെ. നമ്മൾ
എപ്പോഴും കേൾക്കുന്ന ഹിന്ദിയിൽ അപ്കാ നാം ക്യാ ഹേ, താങ്കളുടെ പേരെന്താണ്? അപ്കാ നാം ക്യാ ഹേ, താങ്കളുടെ പേരെന്താണ്? ഇന്ന് പഠിച്ചതൊക്കെ ക്ലിയർ അല്ലേ? ഇന്ന് നമ്മൾ ആദ്യത്തെ ഡേ 1 നമ്മൾ ചെറിയ പ്രധാന വാക്കുകളോ അതിന്റെ അർത്ഥം അത് വെച്ചിട്ട് ചെറിയ ചെറിയ വാക്കുകളാ പഠിച്ചേ. ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.